പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനത്തോടുകൂടെ വർത്തിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് സമാധാനം വേണം. സമാധാനമില്ലാത്ത ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ സമാധാനത്തിൽ വർത്തിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ്. എനിക്ക് സമാധാനത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വർത്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു വ്യക്തിക്ക് സമാധാനം കൊടുക്കുന്നത് മറ്റാരുമല്ല, ലോകത്തിലുള്ള ഒരു മനുഷ്യർക്കും, ഒരു തത്വചിന്തകനോ ഒരു ശാസ്ത്രജ്ഞനോ ലോകത്തിലുള്ള ഒരു മനുഷ്യനും സമാധാനം കൊടുക്കുവാൻ പറ്റത്തില്ല. സമാധാനം ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സമാധാനം. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് സമാധാനം ഒഴുകുന്നു. വെറുപ്പിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ, ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് വെറുപ്പൊഴുകുന്നു. അപവാദവും നുണക്കഥയും ഒരു വ്യക്തി പറഞ്ഞു പരത്തുന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ആലയമല്ല. പിന്നെയോ അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും സാത്താൻ്റെ ആലയമാണ്. സാത്താൻ്റെ ആലയമായി മാറ്റപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയിൽ നിന്നും സാത്താൻ്റെ സകല ഫലങ്ങളും പുറത്തേക്ക് ഒഴുകും. അത് ചിലപ്പം വെറുപ്പായിരിക്കാം, വിദ്വേഷമായിരിക്കാം, പിടിവാശിയായിരിക്കാം, ഞാനെന്ന മനോഭാവമായിരിക്കാം, എനിക്കെല്ലാം അറിയാം, സഭയ്ക്ക് വല്ലതും അറിയാമോ, സഭ വല്ലതും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുകയും സഭയെ താറടിക്കുകയും വിശ്വാസികളെ താറടിക്കുകയും വചന ശുശ്രൂഷ നടത്തുന്ന വ്യക്തികൾക്കെതിരെ ദുഷ്പ്രചരണവും തിന്മയും പറഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ വ്യക്തികളെ എങ്ങനെയാണ്, ഇവരിൽ ഏതാത്മാവാണ് വസിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഫലത്തിൽ നിന്നും ആ വ്യക്തിയിൽ കുടികൊള്ളുന്ന ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സമൂഹത്തിൽ നല്ലവനായിക്കോട്ടെ മോശമുള്ള വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വചനമോ അതല്ലെങ്കിൽ നല്ല ഏതെങ്കിലും കാര്യങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിനകത്തൂടെ മറ്റുള്ളവരിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നു. അങ്ങനെ അത് ഷെയർ ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള പല വ്യക്തികൾക്കും അത് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ സാധിച്ചെന്നിരിക്കുകയില്ല. ചിലർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ വചന ശുശ്രൂഷ, അല്ലെങ്കിൽ 1 മിനിറ്റോ 2 മിനിറ്റോ 5 മിനിറ്റോ നേരത്തേക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു വചന ശുശ്രൂഷയുടെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ. ആ വചന ശുശ്രൂഷയെ അവഹേളിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുക, സംസാരിക്കുക, അതിനെതിരെ അങ്ങനെ വചന ശുശ്രൂഷ നടത്തുന്ന വ്യക്തികൾക്കെതിരെ ദുഷ്പ്രചരണം നടത്തുക ഒരിക്കലും പരിശുദ്ധാത്മാവിന് പറ്റത്തില്ല. സാത്താൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന
ഒരു വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സാത്താൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന, സാത്താൻ്റെ മനസ്സും സാത്താൻ്റെ ആലയവുമായി മാറ്റപ്പെട്ട വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ ദുഷ്പ്രചരണങ്ങൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തിയിൽ ഒരു കുറവ് കണ്ടാൽ ഒന്നെങ്കിൽ സ്നേഹപൂർവ്വം തിരുത്താൻ ശ്രമിക്കും. അതല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തി സ്വയം തിരുത്താൻ വേണ്ടി, ആ വ്യക്തി ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടി ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഫലങ്ങളിൽ നിന്നാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ഫലങ്ങളിൽ നിന്നും. ഈ ഫലം ഓരോ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന അവരുടെ സംസാരം, അവരുടെ പ്രവൃത്തി, അവരുടെ ശൈലി, അവരുടെ ബോഡി ലാംഗ്വേജ്, ഇതിൽ നിന്നെല്ലാം വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റും. പുറമേ ഭക്തിയും അകമേ കത്തിയുമായിട്ട് ജീവിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. അപ്പോൾ തിരിച്ചറിയാൻ നമുക്ക് ഒരു വ്യക്തിയെ സാധിക്കുന്നത് ആ വ്യക്തി ഒന്ന് ഉറച്ചു നോക്കിയാൽ മതി. സ്വർണം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയുന്നത് ഉരച്ചു നോക്കുമ്പോഴാണ്. ഇതുപോലെ ഓരോ വ്യക്തികളെയും കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഫലത്തിൽ നിന്നാണ് അത് തിരിച്ചറിയുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഫലം സമാധാനമില്ലാത്ത അവസ്ഥ, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാത്ത അവസ്ഥ എന്നിൽ നിന്നും പുറത്തേക്ക് വരുന്നുവെങ്കിൽ എൻ്റെ ശരീരവും മനസ്സും ദൈവത്തിൻ്റെ ആലയമല്ല, പിന്നെയോ ദുഷ്ടൻ്റെ ആലയമാണ്. ദുഷ്ടൻ്റെ ഫലമാണ് പുറത്തേക്ക് ഒഴുകിയത്. നമുക്ക് ഓരോരുത്തർക്കും ആത്മപരിശോധന ചെയ്യാം. അങ്ങനെ ദുഷ്ടനെ നമുക്ക് കീഴടക്കിക്കൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമുക്ക് മാറാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവാൻ അരുളി ചെയ്ത കർത്താവേ, മറ്റുള്ളവരുടെ സമാധാനത്തിൽ വർത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം വേണം. ആ സമാധാനം തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞങ്ങളുടെ ശരീരവും മനസ്സും പരിശുദ്ധാത്മാവിൻ്റെ ആലയവും മനസ്സുമായി മാറുവാൻ അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ മനസ്സും ശരീരവും സാത്താൻ്റെ ആലയമായി മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.